നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. എക്സാമിന് മിക്കവാറും ചോദിക്കാറുള്ള ഒരു സെക്ഷനാണ്. ഒന്നെങ്കിൽ റാങ്ക് ഓഫ് മെട്രിക്സ് കാണാൻ ചോദിക്കും, അതല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ ഏത് ടൈപ്പ് സൊല്യൂഷനാണ്, യുണീക്ക് സൊല്യൂഷനാണോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ എന്നുള്ള രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമുക്ക് നോക്കാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് എന്താണ്. അപ്പോൾ എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കൂട്ടം ഇക്വേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ, ഏത് ഫോമിലുള്ള a11x1 പ്ലസ് a12x2 എക്സെട്ര പ്ലസ് a1nxn ഈക്വൽ ടു b1. ഇതുപോലത്തെ കുറേ ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇക്വേഷനെ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയാം. അപ്പോൾ അടുത്ത ഇക്വേഷൻ എഴുതിയാൽ a21x1 പ്ലസ് a22x2 പ്ലസ് എക്സെട്ര a2nxn ഈക്വൽ ടു b2, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ഇതുപോലെ ഇക്വേഷൻസ് ഉണ്ട്. ലാസ്റ്റ് ഇക്വേഷൻ am1x1 പ്ലസ് am2x2 പ്ലസ് എക്സെട്ര amnxn ഈക്വൽ ടു bm. ഇവിടെ m ഇക്വേഷൻസ് ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കും. അതുപോലെ എത്ര അൺനോൺസ് ഉണ്ട്, n അൺനോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അല്ലെങ്കിൽ n അൺനോൺസ് അല്ലെങ്കിൽ n വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഫോമിലാണ്, അതിനെ മെട്രിക്സ് ഫോമിലോട്ട് മാറ്റും. മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ x1 x2 x3 എക്സെട്ര x എന്ന് പറഞ്ഞ ആ വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻസിനെ മാത്രം എടുത്തിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാക്കും. അതായത് ക്യാപിറ്റൽ A, അതായത് കോയിഫിഷ്യൻ മെട്രിക്സ് എന്നാണ് പറയുക, ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ A. അപ്പോൾ കോയിഫിഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ x1 x2 x3 എക്സെട്ര xnകളുടെ കോയിഫിഷ്യൻസിനെ ഓരോന്നിനെ എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ a11 a12 എക്സെട്ര a1n, അതുപോലെ a21 a22 എക്സെട്ര a2n, then താഴേക്ക് എക്സെട്ര, then am1 am2 എക്സെട്ര amn. ഈ കോയിഫിഷ്യൻറ്റിനെ മാത്രം എടുത്തെഴുതുന്ന മെട്രിക്സിനെ വിളിക്കുന്നവരാണ് കോയിഫിഷ്യൻ മെട്രിക്സ്. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യും തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ. നമുക്ക് തരാറുള്ള മിക്കവാറും 3 ഇക്വേഷൻസ് ഒക്കെ വരുന്ന പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റും പറഞ്ഞുതരാം. അപ്പം ഇതിൽ 3 ഇക്വേഷനേ വരുള്ളൂ, അത്രേ ഉള്ളൂ. എ എന്നുള്ള മെട്രിക്സ് നമ്മൾ എഴുതി, കോയിഫിഷ്യൻ മെട്രിക്സ് എഴുതി. ഇനി ക്യാപിറ്റൽ ബി എന്നുള്ള മെട്രിക്സ്, ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻസ് ഉണ്ടല്ലോ, b1 b2 എക്സെട്ര bm എന്ന് പറയുന്നത്, ആ കോൺസ്റ്റൻസിനെ മാത്രം ഒരു മെട്രിക്സ് ഫോമിൽ, അതായത് കോളം വെക്ടർ ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെഴുതാം, b ഈക്വൽ ടു ക്യാപിറ്റൽ B ഈക്വൽ ടു ഇങ്ങനെ b1 b2 എക്സെട്ര bm എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിനെ വിളിക്കുന്നവരാണ് കോൺസ്റ്റന്റ് മെട്രിക്സ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ X എന്ന് പറയുന്നത് വേരിയബിൾസിനെ എല്ലാത്തിനെയും കൂടെ എന്താണ് കോളം മെട്രിക്സ് ആയിട്ട് എഴുതുന്നു. അതായത് x1 x2 എക്സെട്ര xn ആണ് ഇവിടുത്തെ വേരിയബിൾസ് അല്ലെങ്കിൽ അൺനോൺസ് എന്ന് പറയുന്നത്. അതിനെ ഈ രീതിയിൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ X എന്നുള്ള മെട്രിക്സും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കോയിഫിഷ്യൻ മെട്രിക്സ് കിട്ടി, കോൺസ്റ്റന്റ് ഉണ്ട്, അൺനോൺ വേരിയബിൾസിൻ്റെ മെട്രിക്സും കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയ മെട്രിക്സ് എ ഉണ്ടല്ലോ, ആ മെട്രിക്സ് എയെ റൈറ്റ് സൈഡിൽ ഈ മെട്രിക്സ് ബിയും കൂടെ അറ്റാച്ച് ചെയ്ത് എഴുതും. അതായത് എ ഓഗ്മെൻറ്റഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ a11 a12 എക്സെട്ര a1n എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം എന്തോടെ ചേർക്കണം, ആദ്യത്തെ എലമെൻ്റ് ആയിട്ട് ഇവിടെ, ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് ഇവിടെ b1 എഴുതണം. അടുത്തത് a21 a22 എക്സെട്ര a2n, ഇനി എന്താ എഴുതണം, b2 എഴുതണം. ഇനി താഴേക്ക് എക്സെട്ര am1 am2 എക്സെട്ര amn, ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് bm എഴുതണം. ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഈ മെട്രിക്സ് സോൾവ് ചെയ്താണ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഈ മെട്രിക്സ് സോൾവ് ചെയ്ത് നമ്മൾ അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കും. അപ്പോൾ ആ റാങ്കിൻ്റെ ഫോർമാറ്റ് ചെയ്ത രീതിയിലാണ്, അതനുസരിച്ചാണ് സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റാങ്ക് ഓഫ്
എ റെസ്ട്രിക്റ്റഡ് ടു ബി എന്ന് പറയുന്നത്, അതായത് ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഓക്കെ, റാങ്ക് ഓഫ് എ ആണെങ്കിൽ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്, ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ, എയുടെ റാങ്കിനേക്കാളും ചെറുതാണെങ്കിൽ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതേസമയം റാങ്ക് ഓഫ് എ റെസ്ട്രിക്റ്റഡ് ടു ബി ഈസ് ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണെങ്കിൽ, ഓക്കെ, തിരിച്ചാണെങ്കിൽ റാങ്ക് ഓഫ് എക്കാളും ചെറുതാണെങ്കിൽ, റാങ്ക് ഓഫ് എ ചെറുതാണെങ്കിൽ, ഓക്കെ, റാങ്ക് ഓഫ് എ റെസ്ട്രിക്റ്റഡ് ടു ബി ഈസ് ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണെങ്കിൽ ദെൻ ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇൻകൺസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻ്റ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ റെസ്ട്രിക്റ്റഡ് ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കണം. റാങ്ക് ഓഫ് എ റെസ്ട്രിക്റ്റഡ് ടു ബി ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും, സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇനി സൊല്യൂഷൻ ഉണ്ടാവുന്ന കേസിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ് ഉണ്ടായിരിക്കുക. ഒന്നുകിൽ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇനി എപ്പോഴാണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനും യുണീക്ക് സൊല്യൂഷനും എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫോർ എ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെങ്കിൽ മാത്രമാണ് ഈ കണ്ടീഷൻ വരുള്ളൂ. ഓക്കെ, ഫോർ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം റാങ്ക് ഓഫ് എ റെസ്ട്രിക്റ്റഡ് ടു ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അതായത് റാങ്ക് ഓഫ് എ റെസ്ട്രിക്റ്റഡ് ടു ബിയും റാങ്ക് ഓഫ് എയും സെയിം ആണെങ്കിൽ and that is equal to m equal to n. കാരണം എ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് റാങ്ക് ഓഫ് എ ബൈ ബി എന്നും വിളിക്കും കേട്ടോ. റാങ്ക് ഓഫ് എ ബൈ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു എം ഈക്വൽ ടു എൻ ആണെങ്കിൽ ദർ എക്സിസ്റ്റ് യുണീക്ക് സൊല്യൂഷൻ. അതവിടെ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ്? റാങ്ക് ഓഫ് എ ബൈ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു എം ഈക്വൽ ടു എൻ. എം ഈക്വൽ ടു എൻ ഇതിലേതെങ്കിലും ഒരു വാല്യൂ വരുള്ളൂ, കാരണം സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ രണ്ട് വാല്യൂ സെയിം തന്നെ ആയിരിക്കും. റാങ്ക് ഓഫ് എ ബൈ ബിയും റാങ്ക് ഓഫ് എയും സെയിം ആണെങ്കിൽ അവിടെ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഇനി ഇവിടെ എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ എൻ ആണെങ്കിൽ, നമുക്ക് there exist infinite number of solution. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പ്രോബ്ലം ചോദിക്കും, നമുക്ക് 4 കണ്ടീഷൻ തരും. യൂണിക് സൊല്യൂഷൻ, എക്സാക്ട്ലി 2 സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, നൺ ഓഫ് ദീസ്, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ കൊണ്ട് 4 ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഈ കണ്ടീഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഏറ്റവും ആദ്യം തന്നെ റാങ്ക് കണ്ടുപിടിക്കാൻ പഠിക്കണം. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ലീനിയർ ആൾജിബ്രയുടെ പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് വീഡിയോ റാങ്ക് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ്. അത് വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാൻ അറിയാത്തവർ അത് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജൂലൈ 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ജൂലൈ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Consider the system of linear equations 2x plus 3y plus z equal to 1, 3x plus 2y plus 4z equal to 4, x plus y plus z equal to 2. Then which of the following is true? It has a unique solution, then it has exactly 2 solutions, then it has many solutions, infinitely many solutions, then no solution. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യണേ? അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മെട്രിക്സ് എ എഴുതും, അതിൽ നിന്ന് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതും, ഓഗ്മെൻറ്റഡ് മെട്രിക്സിൽ നിന്ന് റാങ്ക് കണ്ടുപിടിക്കും. റാങ്ക് എ ബൈ ബി, റാങ്ക് ഓഫ് എ ബൈ ബി എന്നത് റാങ്ക് ഓഫ് എയേക്കാളും ചെറുതാണോ അല്ലയോ എന്ന് നോക്കും. റാങ്ക് ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എയേക്കാളും ചെറുതാണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി റാങ്ക് ഓഫ് എ ബൈ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ, അതും ഈക്വൽ ടു എം ആണെങ്കിൽ അല്ലെങ്കിൽ എൻ ആണെങ്കിൽ അവിടെ യൂണിക് സൊല്യൂഷൻ ആയിരിക്കും. എ ബൈ ബിയുടെയും റാങ്ക് ഓഫ് എയും സെയിം ആണെങ്കിൽ യൂണിക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ എൻ ആണെങ്കിൽ എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കണ്ടീഷനാണ്.
അപ്പോൾ അത് വെച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആദ്യം ഇതിൽ നിന്നും മെട്രിക്സ് എ എഴുതാം. ഓക്കെ, മെട്രിക്സ് എ എഴുതിയാൽ നമുക്ക് എങ്ങനെ വരും? മെട്രിക്സ് എ എഴുതാൻ അറിയാലോ. x1 x2 നമുക്ക് എക്സാമിന് പല രീതിയിലായിരിക്കും ചിലപ്പോൾ തരിക. ചിലപ്പോൾ x1 x2 x3 എക്സെട്ര എന്ന വേരിയബിൾസ് തരും, ചിലപ്പോൾ XYZ തരും, ചിലപ്പോൾ ABC തരും, അല്ലെങ്കിൽ PQRS തരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളിവിടെ എഴുതിയേക്കാം. ആദ്യം എക്സിൻ്റെ കോൾ എഴുതുക, ദെൻ വൈയുടെ കോൾ എഴുതുക, ദെൻ ഇസഡിൻ്റെ കോൾ എഴുതുക. അതനുസരിച്ച് എഴുതിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മെട്രിക്സ് എഴുതിയാൽ 2, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതി, അത് കഴിഞ്ഞ് വൈയുടെ കോഎഫിഷ്യൻ്റ് 3, അത് കഴിഞ്ഞ് ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1, അടുത്ത എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3, അടുത്ത വൈയുടെ കോഎഫിഷ്യൻ്റ് 2, അടുത്ത ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 4, അടുത്ത എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, വൈയുടെ കോഎഫിഷ്യൻ്റ് 1, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1. ഇതാണ് നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഈ മെട്രിക്സ് ബി എന്തായിരുന്നു? റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റന്റ് വാല്യൂസ് ഏതൊക്കെയാണ്? 1, 4, 2. ഓക്കെ, 1, 4, 2. ഇനി എന്താ പറഞ്ഞത്? എക്സ് എന്നത് x1 x2 x3 എക്സെട്ര അതാണെന്ന് പറഞ്ഞു. അതായത് ഇവിടുത്തെ അൺനോൺസ് എന്തൊക്കെയാണ്? XY Z ആണ്. അപ്പോൾ XY Z അതാണ് കോളം വെക്ടറായിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ A ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഇതിനെ അറ്റാച്ച് ചെയ്ത് വെക്കുക. അതായത് ബിയെ ഈ റൈറ്റ് സൈഡിൽ ചേർത്ത് എഴുതുന്ന മെട്രിക്സ് ആണ് A ബൈ ബി. അതായത് 2, 3, 1, 3, 2, 4, 1, 1, 1. ഈ റൈറ്റ് സൈഡിൽ ഏത് എഴുതണം? ഈ 1, 4, 2 കൂടെ എഴുതിയേക്കണം. മനസ്സിലായോ? A ബൈ ബി എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഈ മെട്രിക്സിൻ്റെ റാങ്ക് കാണണം. റാങ്ക് കാണുന്ന വിധം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ചിലപ്പോൾ സ്പീഡിൽ പറയുമ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താണ് ഓഗ്മെന്റഡ് മെട്രിക്സിന് റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റി, അല്ലെങ്കിൽ എക്ലോൺ ഫോമിലോട്ട് മാറ്റണം അല്ലേ? എക്ലോൺ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമ്മുടെ ആദ്യത്തെ എലമെന്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് 1 ആക്കാൻ വേണ്ടി ഒന്നുകിൽ ഡിവൈഡ് ചെയ്ത് 1 ആക്കാം, അതല്ല ഇവിടെ ഓൾറെഡി 1 ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഇന്റർചേഞ്ച് ചെയ്താൽ മതി എനിക്ക്. അപ്പോൾ ഞാൻ R1 എന്നുള്ള റോയും R3 എന്നുള്ള റോയും കൂടെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാൻ പോകണം. ഓക്കെ, 1, 1, 2. അടുത്ത് ബാക്കി ഒന്നിനും വ്യത്യാസമില്ല. 2, 3 അല്ല 2. സെക്കൻഡ് റോ 3 അല്ല. 3, 2, 4, 4. 3 എന്നുണ്ട് എന്താണ് വരിക? 1 റോ 1 ആണ് 3 ആയിട്ട് എഴുതേണ്ടത്. അടുത്ത് 2, 3, 1, 1 ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഫസ്റ്റ് എലമെന്റ് 1 കിട്ടി. ഇനി അതിന് താഴത്തേക്കുള്ള എല്ലാം എന്തിനെ 0 ആക്കി മാറ്റണം. ഈ 3നെയും 2നെയും 0 ആക്കി മാറ്റണം റോ ഓപ്പറേഷൻസ് വഴി. ഞാൻ കൊടുക്കാൻ പോകുന്ന ഓപ്പറേഷൻസ് എന്നുള്ളത് R2 gives R2 minus 3R1. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെ 0 ആക്കാം. ഇനി R3നെ ഈ എലമെന്റിനെ 0 ആക്കണമെങ്കിലോ R3 gives R3 minus 2R1. ഓക്കെ, അപ്പോൾ ഇത് സ്പീഡപ്പ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത് മാക്സിമം പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ R2 gives R2 minus 3R1 ആണെങ്കിൽ വാല്യൂ ഇവിടെ എന്തൊക്കെ വരും? 3 minus 3 അതായത് 0 വരും. ഇവിടെ 2 minus 3 that is -1. ഇവിടെ 4 minus 3 that is 1. ഇത് 4 minus 6 എന്ന് വരും, that is -2. ഓക്കെ, 0, -1, 1, -2. ഇനി ലാസ്റ്റ് R3 gives R3 minus 2R1 ആണ്. അപ്പോൾ ഇതിനെ 0 ആക്കണം അല്ലേ? അതാണ് ഈ ഓപ്പറേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 minus 2 0 വരും ഇവിടെ. അടുത്ത 3 minus 2 that is 1. then 1 minus 2 that is -1. then 1 minus 4 that is -3. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ മെട്രിക്സ്. ഓക്കെ, 1, 1, 1, 2, 0, -1, 1, -2, then 0, 1, -1, -3. ഇത് നോക്കി, ഫസ്റ്റ് എലമെന്റ് 1 താഴത്തേക്ക് 0 ആയി. ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റിനെ 1 ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ -1 ആണ്. ഇവിടെ ഓൾറെഡി 1 ആയ എലമെന്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്റർചേഞ്ച് ചെയ്ത് ഇതിനെ മാറ്റി ഇങ്ങോട്ട് എഴുതാം. R2നെ R3 ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ
ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുതിയ മെട്രിക്സ് കിട്ടും. ഞാൻ ആ പുതിയ മെട്രിക്സ് എഴുതാം. ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള മെട്രിക്സ് എഴുതാൻ പോവാണ്. മാറ്റുന്നത് എന്താണ്? R2 ഇൻ്റർചേഞ്ച് ടു R3. വരുന്നത് 1 1 1 2. ദെൻ മാറ്റം വരുന്നതാണ് 0 1 -1 -3 0 -1 1 -2. ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഇനി ഇത് 1 ആയി, താഴത്തേക്ക് 0 ആയി, ഇത് 1 ആയി, ഇത് താഴത്തെ ഇതിനെ 0 ആക്കി മാറ്റണം. ഈ -1നെ എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം അല്ലേ? ഇതിനെ നമുക്ക് 0 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് റോയും കൂടെ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പം R3 gives R3 plus R2. 1 1 1 2 0 1 -1 -3 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0, ഇത് 0, ഇവിടെ 0, ഇവിടെ -5 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെട്രിക്സ് കിട്ടി. ഇപ്പോൾ നോക്കിയേ, ഇത് റോ റെഡ്യൂസ്ഡ് ഫോമിലാണോ അല്ലെങ്കിൽ എക്കലോൺ ഫോമിലാണോ നോക്കാം. 1 താഴത്തേക്ക് 0 ആയി, ഇതിന് താഴത്തേക്ക് 0 ആയി, ഇവിടെ ഒരു നോൺ സീറോ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ റോ റെഡ്യൂസ്ഡ് ഫോമിലായി അല്ലേ? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം? എത്ര നോൺ സീറോ എലമെൻറ്റ്സ് ഇവിടെ പ്രസൻ്റ് ആണ്? എത്ര നോൺ സീറോ എലമെൻറ്റ് ഇതിനകത്തുണ്ട്? നമുക്ക് 3 നോൺ സീറോ എലമെൻറ്റ്സ് ആണുള്ളത്. ഇത് ഏത് മെട്രിക്സ് ആണ്? A റെസ്ട്രിക്റ്റഡ് ടു B അല്ലെങ്കിൽ A/B ആണ്. അപ്പോൾ റാങ്ക് ഓഫ് A/B എത്രയായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലായോ? ഇത് മൊത്തം മെട്രിക്സ് ഒന്ന് A/B ആണ്. ഇനി ഞാൻ ഈ ഒരു മെട്രിക്സിനെ മാത്രമായിട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചു. ഓക്കെ, ഇതാ ഇവിടെ ഇത് മാത്രമായിട്ടാണ് എടുക്കണമെങ്കിൽ ഇത് A ആണ് അല്ലേ? ഇത് A ആണ്, ഇത് B എന്ന മെട്രിക്സ് ആണ്, ഇത് B ആണ്. അപ്പോൾ ഈ എയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനെ മാത്രം എടുക്കുക, ഇതിനെ മാത്രം എടുക്കുക, ഇതിനെ മാത്രം എടുത്താൽ അതിൻ്റെ റാങ്ക് എത്രയായിരിക്കും? A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എത്ര നോൺ സീറോ റോസ് ഉണ്ട് ഇവിടെ? ഇതൊരു നോൺ സീറോ, ഇതൊരു നോൺ സീറോ, പക്ഷേ ഇത് 3 എന്താണ്? 0 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് A എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് A/B 3യും റാങ്ക് ഓഫ് A എന്ന് പറഞ്ഞത് 2 ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾ നോക്കിയ കണ്ടീഷൻ എന്തായിരുന്നു? റാങ്ക് ഓഫ് A/B ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, റാങ്ക് ഓഫ് A/B ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് A ആണെങ്കിൽ സൊല്യൂഷന് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. റാങ്ക് ഓഫ് A/B ഇവിടെ 3 ആണ്. 3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? അല്ല. അപ്പോൾ എന്താണ്? സിസ്റ്റം കൺസിസ്റ്റൻ്റ് അല്ല എന്ന് കിട്ടി. സിസ്റ്റം കൺസിസ്റ്റൻ്റ് അല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സൊല്യൂഷൻ തിരിച്ചാണ്, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? അതായത് നോ സൊല്യൂഷൻ അല്ലേ? നോ സൊല്യൂഷൻ. എൻ്റെ ആൻസർ എന്തായിട്ട് എഴുതണം? അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ്. therefore there exists no solution. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നോ സൊല്യൂഷൻ എന്നായിരിക്കും നമ്മുടെ ആൻസർ. രണ്ടും കണ്ടീഷൻസ് വ്യക്തമായിട്ട് മനസ്സിലാകണം. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ എന്തല്ല? റാങ്ക് ഓഫ് A/B ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് A അല്ല. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്ത് സ്പീഡ് വരണം, എന്നാൽ മാത്രമേ വേഗത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ റോ ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി കുറച്ചധികം പ്രോബ്ലം ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. മനസ്സിലാവാത്തവർ സ്പീഡപ്പ് ചെയ്താൽ മാത്രമേ എക്സാംസിന് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സെറ്റ് ആസ്പിറൻസ് ആയ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.